എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ട്രാവൽ ഹോബിയ. അപ്പം നമ്മൾ ഊട്ടിയിലാണ്. ഊട്ടിയിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോറൊക്കെ ചെയ്തു തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പം നാട്ടിലോട്ട് പോകുന്ന സമയത്ത് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കാണുക. അപ്പം നമ്മൾ കൂനൂർ വഴിയാണ് തിരിച്ചത്. അപ്പോൾ കൂനൂർ വഴി പോകുമ്പം എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് റോഡൊന്ന് കാണാം. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്പോട്ടുണ്ട്, അവിടെ നമുക്കൊന്ന് എന്തായാലും ഒന്ന് കയറണം. കാരണം ഊട്ടിയിലെത്തിയാൽ മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമുള്ളത്. നമ്മൾ പിന്നെ തിരിച്ചു പോകുന്ന റൂട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് അത്യാവശ്യം ഫിലിംസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഊട്ടിയിലെത്തുന്നവർ മെയിനായിട്ട് കാണേണ്ട ഒരു ഏരിയ എന്നും കൂടി വേണമെങ്കിൽ പറയാം. പിന്നെ പോകുന്ന റൂട്ടൊന്നും പറയണ്ടല്ലോ, അടിപൊളിയാണ്. ഫുള്ള് ഗ്രീനറി കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്. നല്ലൊരു റോഡ്. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണ് നമുക്കിനി കാണാനുള്ളത്. നമ്മൾ ഊട്ടിയിൽ വരുന്ന മിക്കവരും വരുന്നൊരു സ്ഥലമാണ് ലൗഡയിൽ. മാക്സിമം കുറേ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വന്ന വകയിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ലൗഡയിൽ കാണാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ചെറിയൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. നമ്മൾ ഊട്ടി സെൻട്രലാണ് നിൽക്കുന്നതെങ്കിൽ അവിടുന്ന് കുറഞ്ഞതൊരു 6 to 7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത്ര ദൂരമേ വരുന്നുള്ളൂ ഇങ്ങോട്ടേക്ക്. ഇവിടുന്ന് ട്രെയിൻ കയറുന്നില്ലെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. അല്ലാണ്ട് നമുക്ക് എൻട്രി അലൗഡ് അല്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റ് മസ്റ്റാണ്, അല്ലെങ്കിൽ പിന്നീട് അവർ ഫൈൻ അടയ്ക്കും. അപ്പം വന്നിട്ട് ആദ്യം തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. 10 രൂപയേ വരുന്നുള്ളൂ പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ഈ ഒരു ട്രെയിൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഓടിച്ച് പിടിച്ച് ഇങ്ങോട്ട് വന്നത്. നമുക്കിത് കയറണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം നമ്മുടെ ടൈമിങ്ങിൻ്റെ ഒരു ഇഷ്യൂ. ഇത് രാവിലെ നേരത്തെ തന്നെ വരുന്നതാണ്.
പിന്നെ ഇത് തിരിച്ചിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ തിരിച്ചിങ്ങോട്ടും വരാൻ നിൽക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. മോർണിംഗ് ഒരു 6:30 നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടുമായിരുന്നു, പക്ഷേ നമുക്കത് പറ്റിയില്ല. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഈ ഒരു കാഴ്ചക്ക് വേണ്ടിയാണ് നമ്മൾ കണ്ടത്. ഇത് ഇവിടുത്തെ ഒരു ടോയ് ട്രെയിൻ, ഈ ലൗഡേലിൻ്റെ മെയിൻ ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണിത്. ഇത് കയറാൻ വേണ്ടിയായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് പോകുന്ന റൂട്ടാണെങ്കിൽ അതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ്. മെയിൻ റീസൺ ഒന്ന് അതാണ്. ഈ ഒരു ഇത് കണ്ടില്ലേ, ഗ്ലാസ് ആയിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഔട്ട്സൈഡുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. അതുകൊണ്ടാണ് മെയിൻ ഈ ട്രെയിൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു അടിപൊളി ഫീൽ തന്നെയാണ് ഈ ട്രെയിനിൽ പോകുന്നത്. അപ്പം ആരെങ്കിലും ലൗഡേലിലോട്ട് വരികയാണെങ്കിൽ മാക്സിമം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പറ്റിയിട്ടില്ല, ഇനി വീണ്ടും ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പം ആ സമയത്ത് പോയിട്ട് ട്രൈ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇത് ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ്. ഇതെന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ലൗഡേലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയാൽ ഇങ്ങനെ ഒരു ഇത് കാണാം. അതായത് ഒരു ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അപ്പർ ഭവാനിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പർ ഭവാനി കിന്നക്കോരയൊക്കെ പോകുന്ന റോഡാണിത്. ഇതിൽ സ്ട്രേറ്റ് പിടിച്ചാൽ നമുക്ക് കിന്നക്കോര പോകാം. കിന്നക്കോര പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ടൈമിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വളരെ ലേറ്റ് ആവും. അതുകൊണ്ട് കിന്നക്കോര നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് അപ്പർ ഭവാനി. ഇവിടുന്ന് അപ്പർ ഭവാനി പാസ് ചെയ്തിട്ട് വേണം കിന്നക്കോരയിലോട്ടൊക്കെ പോകാൻ. അപ്പോൾ പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം ഈ റോഡ് ഇത് കണ്ടില്ലേ, സൈഡിൽ ട്രെയിൻ വരുന്നത്, ഇത് വരുന്നത് നമ്മുടെ ലൗഡേലിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷൻ വരുന്ന ആ റൂട്ടിലോട്ടാണ് നമ്മളിപ്പം കവർ ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ കൂനൂർ കൂനൂർ വഴിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഈ റൂട്ടിലൂടെ വേണം നമ്മൾ പോകാൻ. ഈ റെയിൽ ക്രോസ് ചെയ്ത് നമുക്ക് പോവാം. ഇത് വരുന്നത് ആ കെട്ടി എന്ന് പറഞ്ഞ അടുത്ത ഒരു എന്താ പറയുക ട്രെയിനിൻ്റെ സ്റ്റോപ്പാണിത്. അപ്പം ഇത് അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആ വീഡിയോ നമ്മൾ കണ്ടില്ല, ലൗഡേലിലെ പോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ചെറിയൊരു സ്റ്റേഷനാണ്, അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല. ലൗഡേൽ പിന്നെയും കുറച്ചും കൂടി വലുതാണ്. അപ്പം മാക്സിമം ആൾക്കാർ ലൗഡേലിലേക്കാണ് പോകുന്നത്, പക്ഷേ കെട്ടിയിലോട്ടും വരുന്നങ്ങളുണ്ട്. കെട്ടിയ ചെറിയ ഉള്ളിൽ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഗ്രാമങ്ങളായിട്ട്. അതൊക്കെ ഭയങ്കര ഗ്രീനിഷായിട്ട് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നീട് ഒരു ദിവസം, ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ഒരു ദിവസം വന്നാൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോവാം. അല്ലാണ്ട് നിങ്ങളാരും വരികയാണെങ്കിൽ കെട്ടിയിൽ വന്നിട്ട് അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടൊക്കെ കുറച്ച് ഭയങ്കര ഗ്രീനിഷാണ്. ഒന്നാമത് അതാണ്, നമുക്ക് ഈ ക്യാമറ ഒക്കെ എവിടെ വെച്ചാലും ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ്. പിന്നെ ഗ്രീനിഷും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആ ഭംഗി വേറെ തന്നെയാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, എന്നാലും നോക്കാം, കിട്ടിയാൽ ഓക്കെ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പം കുറച്ച് യൂക്കാലിപ്സ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല, യൂക്കാലിപ്സ് ആണെന്ന് തോന്നുന്നു. യൂക്കാലിപ്സ് മരങ്ങൾ ഒരു ഏരിയ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഒന്ന് ഇങ്ങോട്ട് കയറാമെന്ന് വെച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ കാണാൻ ഇതിൻ്റെ ഉള്ളിൽ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് നടന്ന് കുറച്ച് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാം. അങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. ഒരു ഒന്നാമത്തെ ക്ലൈമറ്റ് അടിപൊളി ആയതുകൊണ്ടേ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ വലിയ സൈലൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ഉൾപ്രദേശമാണിത്. ഇത് കറക്റ്റ് സ്പോട്ട് പറയാനാണെങ്കിൽ നമുക്കറിയില്ല, പക്ഷേ ഇത് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഭയങ്കര ചെറിയൊരു കാട് പോലെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരുന്ന റൂട്ടിലാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് ഏതാ സ്പോട്ട് എന്ന് പറയാനില്ല. അത്യാവശ്യം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിരിക്കും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. നല്ല വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്.
ലൗഡേയിൽ നിന്ന് കൂനൂർ പോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എടുത്താണ്. അപ്പം റൂട്ട് എങ്ങോട്ടാന്ന് കറക്റ്റ് എക്സാക്റ്റ് പ്ലേസും കാര്യങ്ങളും ഉണ്ടല്ലോ. വരുന്ന സമയത്ത് അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് കിട്ടി. എന്താല്ലേ ഒന്നൊന്നര വ്യൂ, ചെറിയ ചെറിയ വീടും കൃഷിയും എല്ലാ സെറ്റപ്പ് ആയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം കാറ്റുണ്ട് ഇവിടെ. കണ്ടില്ലേ, കുറേ വീടും കാര്യങ്ങളും, റിസോർട്ട്, വള്ളി, എല്ലാ ഐറ്റംസും കാണുന്നുണ്ട്. ദൂരെ എന്തോ ഒരു നഴ്സറി, അതായത് ചെടികളൊക്കെ വളർത്തുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഈ റൂട്ട് ഇതെങ്ങോനാ പോവുക, എങ്ങോട്ടാ പോവുക, നല്ല ഒന്നാന്തരം പാറ ആളൊക്കെയായിട്ട് വെട്ടിത്തെളിച്ച് വഴി ഉണ്ടാക്കിയ പോലെ. കൂനൂരിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ടാണ് റൂട്ട് എടുത്തത്. അപ്പം ഇങ്ങോട്ട് പോയി നോക്കാം, എങ്ങോട്ടാണ് പോകുന്നതെന്ന് കറക്റ്റ് എക്സാക്റ്റ് അറിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ എന്തോ സോങ് കേൾക്കുന്നു. ഇവിടുത്തെ ലാംഗ്വേജിന് ഒരു ചെറിയൊരു ഇതുണ്ട്, അതായത് തമിഴും കന്നഡയല്ല, കന്നഡ കലർന്നൊരു ഭാഷയാണ്. എന്തോ ഒരു പേരുണ്ടായിരുന്നു, അത് പേര് മറന്നുപോയി. അപ്പം അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, കൂടുതലായിട്ടൊന്നുമില്ല. ഇനിയിപ്പം അങ്ങോട്ടുള്ള റോഡും കാഴ്ചകളൊക്കെയാണ് ഇനി എങ്ങനെയാണെന്നില്ല. അപ്പോൾ അത്യാവശ്യം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ, നല്ലൊരു നാച്ചുറൽ ഭംഗിയൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നമുക്ക് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടി തോന്നും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ നിങ്ങളുടെ ട്രാവൽ ഹോബിയോ, signing off from this video.